ഹായ് കൂട്ടുകാരെ, അപ്പൊ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ലേ. ഇന്ന് നമുക്ക് ഒരു ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാമേ. അപ്പം നിങ്ങളും കൂടെ വാ, കാണിച്ചു തരാം. ഈ ബജ്ജിയെ ഇതില് എന്തൊക്കെ വേണമെന്നറിയോ? ആദ്യം ഞാൻ സവാള, ഒരു വലിയ സവാള എടുത്തിട്ടുള്ള ഒരു സവാള, ഒരു പച്ചമുളക്, ഇഞ്ചി, പിന്നെ കറിവേപ്പില, മല്ലിയില ഒത്തിരി തോനെ ഇടണം. മല്ലിയില ഒത്തിരി ഇടണം, അതാണ് മെയിനായിട്ട് ഉള്ളത്. മല്ലിയില കുറേ ഇടണം. എത്രത്തോളം മല്ലിയില നല്ല കൈക്ക് നിറയെ കിട്ടുമോ അത്രത്തോളം ഇടുക. പിന്നെ ഉപ്പ് പാകത്തിന്, കായപ്പൊടി വേണം. അപ്പൊ ഇത്ര ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന ഇതൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഞെവിടുക. ബജ്ജി ഉണ്ടാക്കണ്ടേ, നല്ല അടിപൊളി ഒരു ബജ്ജി ഉണ്ടാക്കാം. നല്ലതുപോലെ ഇങ്ങനെ കൈ വെച്ച് ഞെടി. ഇപ്പം തന്നെ ഈ ഞെകിടി വരുമ്പോഴത്തേക്ക് ഈ സവാളയുടെയും മെയിനായിട്ട് നിൽക്കുന്നത് മല്ലിയിലയുടെ മണമാണ്. നല്ല ടേസ്റ്റാണത്. അപ്പം നന്നായിട്ട് ഞെടി അതിൻ്റെ ഉപ്പിൻ്റെ നീരും സവാളയുടെ നീരും എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ചു വരണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് ബജ്ജിയുടെ മാവ് ചേർക്കാം. ഞാൻ ഇടക്കാലത്ത് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കൂട്ടുകാരെ, പക്ഷെ പിന്നീട് ഞാൻ നിർത്തി വെച്ചതായിരുന്നു. ഇനി നമുക്കിതിലോട്ട് കടലമാവ് ചേർക്കാം. കടലമാവ് ചേർത്തിട്ട്, മൈദ ഒന്നും ചേർക്കണ്ട കേട്ടോ, കടലമാവ്. ഈ ബജിയുടെ രുചി അറിഞ്ഞത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ബജി ഉണ്ടാക്കുന്നത്. മതി, കുറച്ച് മതി. അപ്പൊ ഞാൻ വെള്ളം ചേർത്തില്ല, നിങ്ങൾ കാണണാണ് ഞാൻ വെള്ളം ചേർത്തില്ല. അപ്പൊ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കേട്ടോ, ഞാൻ മഞ്ഞപ്പൊടിയും കൂടി ഇടണം. അപ്പം പച്ചമുളകാണ് ഇട്ടത്. പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില നിറച്ചിട്ടിട്ടുണ്ട്. കായപ്പൊടി, ഉപ്പ് ഇത്ര ഇട്ടിട്ടുണ്ട് കേട്ടാ. മൈക്ക് ഓണാണ്. ചില സ്ഥലത്ത് മൈക്ക് വെച്ചാൽ വീണ്ടും ഞാൻ വോയിസ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പുരട്ടി വെച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ചീനച്ചട്ടി വെച്ച് അടുപ്പ് കത്തിച്ച് എണ്ണ ഒഴിക്കാവൂ. അപ്പൊ അത്രയും സമയം അത് അവിടെ ഇരുന്ന് ഈ എണ്ണ ചൂടാണ സമയം കൊണ്ട് ഇത് ഇച്ചിരി പാകമായിട്ടൊക്കെ വരും. അപ്പൊ ഈ സമയം കൊണ്ട് അതും ഉണ്ടാക്കിയെടുക്കാം, ചായയും കൂടെ ഇടാം. അപ്പൊ നമുക്ക് വൈകിട്ടത്തെ ചായ കുടിക്ക് നല്ല ബജ്ജി ഉണ്ടാക്കാം. നമ്മള് ഇവിടെയുള്ളവർ ഉള്ളിവട എന്ന് പറയും, പക്ഷെ ഇത് ഉള്ളിവടയ്ക്ക് ഇത് ഉള്ളിവടയ്ക്ക് മൈദയാണ് ചേർക്കുന്നത്. ഈ ബജിക്ക് മൈദാമാവല്ല, സോറി, ഈ ബജിക്ക് ചേർക്കുന്നത് കടലമാവാണ്. വെളിയിൽ അണ്ണ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് അതിന്റെ ശ്രദ്ധ അങ്ങോട്ട് വരും. അപ്പൊ പറഞ്ഞപ്പോ മൈദ ആയിപ്പോയി. കയ്യിലൊക്കെ നിങ്ങൾ കണ്ട ഇതുപോലെ എടുക്കണം. ഇതുപോലെ നമുക്കിത് അടച്ചു വയ്ക്കാം. കയ്യിലൊക്കെ ആയിട്ടാ, അത് സാരമില്ല. ഇവിടെ ഇരുന്നോട്ടെ, നമുക്കൊന്ന് കൈ കഴുകിയെടുക്കാം. ഇരിക്കട്ടപ്പാ. അപ്പൊ നമുക്ക് ബജ്ജി, എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടാ. ഞാൻ മൈക്ക് നോക്കിയതാണ്. എന്നെ കാണാവോ? കാണാൻ പറ്റുമോ? എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ഇച്ചിരി ഇട്ടെടുത്താൽ മതി. ഇച്ചിരി എൻ്റെ ഇത് കണ്ട, ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. ഒത്തിരി ഉണ്ടാക്കണില്ല, കുറച്ചെടുത്തുള്ളൂ. ഒരു സവാള എടുത്തിട്ടുള്ളൂ. അപ്പൊ ആ ഒരു സവാളയ്ക്കുള്ളത് ചായ കുടിക്കാൻ മാത്രമായിട്ടുള്ളത്. ഇവിടെ വച്ചിരുന്നാൽ പിന്നെ നമ്മളത് കയറി ഇറങ്ങി കഴിക്കും, അങ്ങനെ കഴിച്ചുകൂടാം. എനിക്ക് ഒട്ടും കഴിച്ചുകൂടാ. പക്ഷെ എന്നാലും ഞാൻ ചായ കുടിക്കുമ്പോൾ എല്ലാവരും ഇപ്പൊ എനിക്ക് ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ. ഇല്ലെങ്കിൽ എനിക്ക് ഒരുമാതിരി, ഇല്ലെങ്കിൽ ചായ ഞാൻ കുടിക്കത്തില്ല. അതാണ് എന്റെ സ്വഭാവം. അപ്പൊ ചായക്കുള്ളത് പാൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്.
വെള്ളം വരണ്ടാലേ ഇച്ചിരി വെള്ളം അങ്ങോട്ട് പോയാൽ ടപ്പ ടപ്പ ടപ്പോന്ന് ശബ്ദം കേൾക്കും. അപ്പൊ ടപ്പ ടപ്പോന്ന് ശബ്ദം കേൾക്കണ്ട, അതിന് വരെ നമുക്ക് വെള്ളം തുടച്ചിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. എൻ്റെ കൂട്ടുകാരെ, എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ എല്ലായിടത്തും ഒന്നും പറയാത്തത്. വഴിയിൽ വെച്ചൊക്കെ കണ്ടാലേ, സാധാരണ ചില ആൾക്കാര്, ഞാൻ വീഡിയോ എല്ലാം കാണുന്നുണ്ടിട്ട് എനിക്കറിയാം, ചില ആൾക്കാര് എന്ത് പുറത്തുനിന്ന് ആരെന്ത് പറഞ്ഞാലും അവര് ഓടി വന്ന് വീഡിയോ എടുത്ത് റിയാക്ഷനായിട്ടൊക്കെ ഇടുവേ. അപ്പൊ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോയിൽ കൂടെ തന്നെ അനാവശ്യം പറയണവരെ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ഞാൻ പുറത്തുനിന്ന് പറയണവരെ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേ. തമാശക്കാണെങ്കിൽ പോലും റോഡ് സൈഡിലൊക്കെ വെച്ച് നമ്മളെ ഒരുമാതിരി കളിയാക്കണ കുറച്ച് ആൾക്കാരുണ്ട്. അത് കൂട്ടുകാരായത് കൊണ്ടിട്ടാണ്, കൂടെ പഠിച്ച എന്നൊരു ഇതും ആ കൂട്ടുകാരായത് കൊണ്ടിട്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്തത്. അവരിച്ചിരി പറയാതിരിക്കും തോറും അവർ ആൾക്കൂട്ടത്തിൽ വെച്ച് കളിയാക്കി സംസാരിക്കുന്നുണ്ട്. വെറുതെ നിന്നാലും ഒരുമാതിരി കളിയാക്കി സംസാരിക്കണ ഒരു പ്രവണത അവരിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ഓവറായിട്ടാണെന്ന് എനിക്ക് തോന്നണത്. കാരണം സാധാരണ നമ്മള് ചാനലില് വീഡിയോ ഇടുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പൊ ഒരു വീഡിയോ ഇടുമ്പോഴേ അറിയാവുന്നുള്ളത് അതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ നമുക്ക് റീച്ച് കിട്ടുകയോ കിട്ടാണ്ടിരിക്കുകയോ എന്തോ ആയിക്കൊണ്ട് പോട്ട്. പക്ഷെ നമ്മളിങ്ങനെ മര്യാദയ്ക്കൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് ഒറ്റയ്ക്കാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെ അറിയാലോ, ബിന്ദു ചേച്ചി, അല്ലെങ്കിൽ അവൻ എന്നെ ചേച്ചിയല്ല, എന്നെ കൂടെ പഠിച്ച ഒരു കുട്ടിയാണ്, എനിക്ക് അറിയാന്നുള്ളതാണ് കൂടെ, അങ്ങനത്തെ ഒരു ഇത്. അപ്പം ഈ മറ്റുള്ളവര് സാധാരണ എല്ലാവർക്കും എന്നെ അറിയാം. സൂര്യ, അല്ലെങ്കിൽ സൂര്യയുടെ അമ്മ, അറിഞ്ഞുകൂടാത്തവർക്ക് ബിന്ദു, അങ്ങനെയൊക്കെ അറിയാം. അപ്പം ഞാൻ പറഞ്ഞു വരണ വേറെ ഒന്നുമല്ല, ഈ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്, എന്തും എവിടെയും വെച്ചങ്ങ് പറയാം, എവിടെയും വെച്ചങ്ങ് പറയാം. അത് ആരുടെ മുന്നിലാണെന്ന് ഇവർക്കൊരു വിവരമില്ല. അപ്പൊ ഞാൻ ഇന്ന് സത്യമായിട്ട് അവരോട് പറഞ്ഞ് അതിനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ പ്രത്യേകിച്ച് ഇനിയിപ്പോ ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല. ഇത് കാപ്പി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ ഇതും കൂടെ അങ്ങ് പറയാന്ന് വിചാരിച്ച്. വേറെ ഒന്നുമില്ല. ഞാൻ വീട്ടിൽ വന്ന് എന്റെ അണ്ണനോട് പറഞ്ഞു, അണ്ണ എന്നെ റോഡിലൊക്കെ വെച്ച് കാണുമ്പോൾ എന്നെ ഭയങ്കര കളിയാക്കലെന്ന് പറഞ്ഞു. അണ്ണൻ പറഞ്ഞു മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സിൽ വിഷമം തോന്നണം, ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നുമല്ല, ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഇന്ന് പറഞ്ഞെന്ന് പറയാം, ഞാൻ ഇടും പോലെ നിങ്ങൾ ഒരു വീഡിയോ ഇടാൻ പറഞ്ഞു, ഒരൊറ്റ വീഡിയോ ഇട്ടാൽ മതി. ആ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഞാനൊരു വീഡിയോ എടുത്തിട്ട്, ഇപ്പൊ നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് ചുമ്മാ അങ്ങ് പോസ്റ്റ് ചെയ്യും. നമ്മള് ചുമ്മാ എടുത്തങ്ങ് ഇടുന്നതല്ലല്ലോ. നമ്മളത് എന്തെല്ലാം അതിൽ തെറ്റുകുറ്റങ്ങൾ നോക്കിയിട്ടാണല്ലോ ഇടുന്നത്. ഭയങ്കര കളിയാക്കല്ല, ഓവറായിട്ട് അങ്ങ് കളിയാക്കുമല്ലോ. പിന്നെ എന്റെ മോള് പഠിക്കാൻ പോകുമ്പോ ഞാൻ അവളെ കൂടെ പോകും. വെറുതെ വീട്ടില് ഒറ്റയ്ക്ക് കുറച്ച് സമയം ഇരിക്കുവോ. അപ്പം പകലിൽ അവള് പോകുമ്പോ അവളെ കൂടെ പോകും, ഇളയവള് പോകുമ്പോ അവളെ കൊണ്ടാക്കുമ്പോ, മൂത്തോള് പോകുമ്പോ അവളെ പുറകെ പോകും. അവള് പോയി മറയുന്നത് വരെ നോക്കി നിൽക്കും. ഞാൻ റോഡിൽ ഇങ്ങനെ നോക്കി നിന്നാ അവളെ കൂട്ടുകാരെയും പോകുമ്പോഴേക്കും ഇങ്ങനെ നോക്കി നിൽക്കുക. വണ്ടി അവര് സ്കൂട്ടിയിലാണ് പോണത് രണ്ടുപേരും കൂടെ. അപ്പൊ ആ സ്കൂട്ടി പോകുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ വണ്ടി പോകുന്നേരം നിൽക്കും. കൊച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു കയറി വരില്ല. അപ്പോഴും പറയണം, ഞാൻ റോഡിൽ പോയി നിന്ന് വായി നോക്കാൻ നിൽക്കണേണെന്ന്. എനിക്ക് ഈ പ്രായത്തിൽ എന്ത് വായി നോക്കാനാ? നമ്മള് നല്ല പ്രായത്തിൽ എല്ലാവരും വായി നോക്കും അല്ലേ? നമ്മളെ ചെറുപ്രായം എന്ന് പറയുമ്പം ആ പ്രായത്തില് ആരാ വായി നോക്കാത്തവര്? എല്ലാരും ഈ പറയുന്ന ആൾക്കാരെല്ലാം വായി നോക്കിയോളാം. അതുപോലെ തന്നെ ഞാനും വായി നോക്കിയല്ലെന്ന് പറയണില്ല. പണ്ടത്തെ രീതി പറഞ്ഞ പഞ്ചാരടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു എല്ലാവർക്കും ഉണ്ടാവും. അതിനിപ്പോ ആരും കുറ്റം പറയണമെന്നില്ല. പക്ഷെ ഈ ഒരു പ്രായത്തില് മോളെ കൊണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് പറയണേനൊക്കെ ഒരു പരിധിയില്ലേ. എന്റെ അടുക്കളയില് എന്റെ പാത്രങ്ങൾ വൃത്തിയില്ല, എന്റെ പാത്രങ്ങൾ കരി പിടിച്ചതാണ്. എനിക്ക് ഉള്ളതിൽ ആഹാരം ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഉള്ള പാത്രം വെച്ചിട്ടേ എനിക്ക് പാചകം ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് അത്ര വേദനയുള്ളവരാണെങ്കിൽ അവര് കുറച്ച് പാത്രം വാങ്ങിച്ച് തരട്ടെ, അല്ലേ? അവര് കുറച്ച് പാത്രം വാങ്ങിച്ച് തരട്ടെ. തന്നു കഴിയുമ്പോൾ ഞാൻ ആ നല്ല പാത്രത്തിൽ വെക്കാം. എന്നാലും എനിക്കിപ്പോ ഉള്ള പാത്രത്തിലൊക്കെ ആഹാരം വെക്കാൻ പറ്റത്തുള്ളൂ. എന്റെ ഗതിക്ക് എനിക്കിതേ പറ്റുള്ളൂ. അത്രയെങ്കിലും ദൈവം തന്നല്ലോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുന്നുണ്ട്. അപ്പം കളിയാക്കുന്ന ആൾക്കാരൊന്നും വിചാരിക്കണം, നമ്മൾ ഒരുപാട് കളിയാക്കുമ്പോൾ അവർക്ക് ചിലപ്പം തമാശയായിരിക്കും, പക്ഷെ അത് മറ്റുള്ളവർ കയറി നോക്കും. പിന്നെ ഇത് ഒരുപാട് ഓവറായിട്ട് കളിയാക്കലെന്ന് വെച്ചാൽ, നമുക്ക് വിരോധമുള്ള ആൾക്കാർ, നമ്മുടെ ശത്രുക്കള്, നമുക്ക് വിരോധമുള്ള ആൾക്കാർ അവരുടെയൊക്കെ അടുത്ത് വരുമ്പോഴും അവരെയൊക്കെ അടുത്ത്, പൊതുവേ നമ്മളെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ശത്രുക്കളാണ്. യഥാർത്ഥത്തിൽ ബന്ധുക്കളാണ് ഒരുപാട് ശത്രുക്കളാണ്. അപ്പൊ അവരെയൊക്കെ അടുത്തൂടെ വരുമ്പോഴത്തേക്കാണ് ഇവർക്ക് ഭയങ്കര കളിയാക്കൽ ഇച്ചിരി കൂടുതലാവുന്നത്. പിന്നെ
പരിഹാസം കൂടുതൽ കേൾക്കണ ഒരു വ്യക്തിയാണ് ഞാൻ. അത് വീട്ടിൽ നിന്നാലും പുറത്തു നിന്നാലും പരിഹാസം കേൾക്കണുണ്ട്. ഒത്തിരി കളിയാക്കലുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ. എൻ്റെ അണ്ണനല്ല, അതൊരു കാര്യം പറഞ്ഞില്ല, എൻ്റെ അണ്ണനല്ല, മറ്റുള്ളവരെ വായിന്ന് ഒരുപാട് പരിഹാസം കേൾക്കണം. അപ്പൊ ആ രീതിയിൽ കൂടെ പോകുമ്പോഴത്തേക്ക് എൻ്റെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ അവർ കേട്ടോണ്ടിരിക്കെ ഈ ആൾക്കാർക്ക് ഭയങ്കര കളിയാക്കൽ കൂടെ. ഈ കളിയാക്കുന്നവരടുത്ത് ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ പറയണുള്ളൂ. നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളോട് പറയണ, എടി നിങ്ങളൊരു വീഡിയോ എടുത്തിട്, ഞാനൊന്ന് കാണട്ടെ. അല്ലെ നിങ്ങളൊരു കറി വെക്ക്, ഞാനൊന്ന് കാണട്ടെ. നിങ്ങൾ റോട്ടിൽ ചെന്നുകൊണ്ട് ഹായ്, ഞാൻ ഒരു ദിവസം പോലും റോട്ടിൽ പോയി നിന്ന് ഹായ് ആക്കിയിട്ടില്ല. റോട്ടിൽ ചെന്നുകൊണ്ട് ആരെയും നോക്കിയിട്ട് ഹായ് പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു വീഡിയോയിലെങ്കിലും നിങ്ങൾ നോക്ക്. പരിഹസിക്കുന്നവരുടെ ഒരു അപേക്ഷയാണ്, ആരെയും കൂടുതൽ പരിഹസിക്കാൻ പോവില്ല കേട്ടോ. അവരുടെ മനസ്സും കൂടെ ഒന്ന് നോക്കണം. അവർ കഷ്ടപ്പെട്ടൊക്കെ ഓരോ വീഡിയോ എടുക്കുമ്പോൾ അത് മാന്യമായിട്ടാണെങ്കിൽ മാന്യമായിട്ട്, ഓവറായിട്ടാകുമ്പോഴത്തേക്കും അവർ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങും. അതേ അവസ്ഥയിലാണ് ഞാനും. നല്ലതെന്ന് പറയണവരുണ്ട്, ചീത്തയെന്ന് പറയണവരുണ്ട്, അസൂയാലുക്കളുണ്ട്. അസൂയുള്ള ആൾക്കാരേ ഉള്ളൂ. ഇത്രയും ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് അസൂയുള്ള ആൾക്കാരേ ഉള്ളൂ. സത്യം, അസൂയുള്ള ആൾക്കാർ അത് കുടുംബത്തിലും അകത്തും പുറത്തും ഒക്കെ ഉണ്ട്. ഇപ്പം പുറത്തിറങ്ങുമ്പോഴത്തേക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? എനിക്ക് പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുത്തിടാൻ പറ്റാത്ത കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ എടുത്ത് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ട് ഞാൻ ഇപ്പം വൈകിട്ടത്തെ ചായ കുടിക്ക് ഇതുണ്ടാക്കിയപ്പോഴത്തെ എനിക്ക് അതിൻ്റെ കൂടെ ഇതും കൂടെ പറയണമെന്നുണ്ട്. അതുകൊണ്ടിട്ട് ആൾക്കാരെ ഒന്ന് കണ്ടും കേട്ടൊക്കെ നിന്നാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. ഓവറാവുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല അത്. നമ്മളൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഞാനൊരു വീഡിയോ എടുക്കുന്ന വെച്ചാൽ എൻ്റെ മനസ്സിലെ സന്തോഷമാണ്. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ, ഞാൻ ആരോടും ഒരു കൊതി പറയാൻ പോണില്ല, ആരോട്ടൊരു വഴക്കിടാൻ പോണില്ല, ആരുമായിട്ടൊരു അടിക്ക് പോണില്ല, അയൽവക്കക്കാരടുത്ത് സംസാരിക്കാൻ പോണില്ല, അയൽവക്കക്കാരടുത്ത് വേറെ ഒന്നിന് ഞാൻ പോണില്ല, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരെ വിളിച്ച് ശല്യം ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് എൻ്റെ ഇഷ്ടങ്ങളാണ്. ഉച്ചക്കിടന്ന് അങ്ങനെ ഉറങ്ങി തീർക്കാനുള്ളതാണ് എൻ്റെ ഒരു ജീവിതം. അപ്പം ആ ഉറക്കത്തിൽ നിന്ന് എനിക്കൊരു മോചനം ഇങ്ങനെയൊക്കെ ഉള്ളൂ. ഉള്ള സമയം വീഡിയോ കാണുക, വല്ല റീൽസൊക്കെ എടുത്തിടുക. അസൂയ എന്ന് വെച്ചാൽ അസൂയക്കും കുശുമ്പിനും കഷണ്ടിക്കും മരുന്നില്ല. പണ്ട് പെണ്ണുങ്ങളെന്ന് പറയും, ഇപ്പം പെണ്ണുങ്ങളല്ല, ആണുങ്ങൾക്കാണ് അസൂയ, ഭയങ്കര അസൂയ. കുശുമ്പിന് കണ്ണും കൈയും വെച്ച് ഇട്ടിട്ടുണ്ട്. സത്യം, അസൂയ കൊണ്ട് നിറച്ചിട്ടിരിക്കുക. അസൂയാലുക്കളാ. മനുഷ്യര് നന്നാവണത് കണ്ടുകൂടാത്ത കൂട്ടങ്ങൾ. അപ്പൊ ഇതിന്റെ കൂടെ അതും കൂടെ ആവും. മനസ്സിലായല്ലോ? ഒരു ചായ കുടിയുടെ ഒരു പലഹാരം ഉണ്ടാക്കാന്ന് വെച്ചാൽ അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ കിടന്നോട്ട്. ഈ ഏരിയയിൽ ഈ നാട്ടിലുള്ള ആൾക്കാരാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. റോഡിൽ പോയി ഞാൻ വായി നോക്കാൻ നിൽക്കുന്നു, ഫോട്ടോ സാരമില്ല, തമാശക്ക് തമാശ. പിന്നെ കറി വെക്കുന്ന പാത്രമെല്ലാം കറുത്ത് പിന്നെ നമ്മൾ പാചകം ചെയ്യുമ്പോഴത്തേക്ക് പാത്രം കറക്കത്തില്ല. ഒരു 3 വർഷം കഴിഞ്ഞുള്ളവർ എൻ്റെ വീട് പാലിയാച്ചപ്പം കിട്ടിയ പാത്രങ്ങളൊക്കെ ഇത്. ഇനി പുതിയ ചായപാത്രം ഉണ്ട്, അതൊക്കെ ഞാൻ വെറുതെ എടുത്തിടത്തില്ല. ഇതൊക്കെ പാല് കാച്ചിയപ്പോൾ വാങ്ങിച്ചത്. ഇപ്പൊ ഒരു 4-5 വർഷമാവാൻ പോണു. അപ്പോഴും ഈ പാത്രം ഈ അവസ്ഥയിലല്ലേ ആവത്തുള്ളൂ. എപ്പോഴും പുത്തം പോലെ ഇരിക്കണോ? മനുഷ്യന്മാരെ കുറെ ദിവസം ചെല്ലുമ്പം പഴഞ്ചനാവണം. പിന്നെയാണ് പാത്രങ്ങൾ. പിന്നെ കറി വെക്കണത് അങ്ങനെ, പിന്നെ പാത്രം കരിഞ്ഞു പോണം അങ്ങനെ, പിന്നെ റോട്ടിൽ ചെന്ന് വായി നോക്കണ്. ഞാൻ ആരെ വായി നോക്കി? എല്ലാത്തിനും ഒരു ഇതുണ്ട്. പറയണവരായിരിക്കും അങ്ങനെയൊക്കെ. ഈ എന്നെ കുറ്റം പറയണവരെ വീട്ടിലെ പെണ്ണുങ്ങൾ ആരെല്ലാം വായി നോക്കണായിരിക്കും. എന്നെ കുറ്റം എൻ്റെ അടുത്ത് തമാശ പോലെങ്കിലും പറയണം. ആ പറയണവരെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ എത്ര ആൾക്കാരെ വായി നോക്കിയായിരിക്കും ഒരു ദിവസം ഇരിക്കണം. ഇവിടെ പിള്ളേരെല്ലാം ഉണ്ടാവും. അപ്പം പറഞ്ഞു എൻ്റെ ബജി ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി ചായയും കൂടെ ഊറ്റിയെടുത്താൽ മതി. ചായ ഇട്ട് ബജി ശരിയായി. ഓക്കെ, അടുക്കളയിലെ ചായ പണി കഴിഞ്ഞു. അപ്പൊ പറയേണ്ടത് എനിക്ക് പറയാനും പറ്റി, ഉള്ളതിൻ്റെ കൂടെ ഉണ്ടാക്കി തീർക്കാനും പറ്റി. എനിക്ക് കഷ്ടമാണ് കൂട്ടുകാരെ. കുശുമ്പ് പിടിച്ച കുറെ ആൾക്കാര്. കാശ് കിട്ടിയാ ഞാൻ പറയാം കിട്ടിയെന്ന് പറഞ്ഞു. എന്തിനാ നമ്മൾ കള്ളം പറയണം? കിട്ടിയെന്ന് പറഞ്ഞു. കിട്ടിയത് കൊണ്ടിട്ടല്ലേ ഞാൻ വീഡിയോ ഇടുന്നത്. ചുമ്മാ മോശത്തിനാണോ ഞാൻ വീഡിയോ ഇടുന്നത്? കിട്ടിയെന്ന് പറഞ്ഞു. ചായ നല്ല കടുപ്പത്തിന്റെ ഒരു ചായ ഇട്ടു. അയ്യോ, നിങ്ങൾക്ക് അറിയാൻ കുറെ കാര്യങ്ങളുണ്ട് കേട്ടാ. ചായ റെഡി. അപ്പൊ ഇനി നമുക്ക് ചായ കുടിക്കാം.
മക്കളെ ഇതെടുത്തോണ്ട് പോകും. ഒരു മോള് വന്ന് കുഞ്ഞിനെ കൊണ്ടാക്കാൻ പോയിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അല്ലേ എന്തോന്ന് അവിടെ ഇവളെ കൊണ്ടാക്കാൻ പോയിട്ട് വന്നപ്പോഴും എന്തോന്ന് ഞാൻ വായി നോക്കാൻ ചെന്ന് നിൽക്കണം റോഡില്. നമുക്ക് ചായ കുടിക്കാം. അപ്പൊ ദേ ഞങ്ങൾ ചായ കുടിക്കുന്ന കപ്പ് കണ്ട പുതിയ മംഗലം. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പൊ എന്റെ വിശേഷം ഇതൊക്കെയാണ്. ഇവിടെ കൊണ്ടാക്കാൻ പോയപ്പോഴാണ് ഇങ്ങനെ ആക്കാൻ പോയിട്ട് വന്നപ്പോഴേക്ക് ഇത് ജംഗ്ഷൻ കഴിഞ്ഞ് അങ്ങ് വളഞ്ഞു പോണം. അപ്പൊ രണ്ടുപേരും കൂടെ സ്കൂട്ടിയിലാണ് പോണത്. അപ്പൊ ഇവിടെ കൂട്ടുകാരിക്ക് വണ്ടിയുണ്ട്. ആ കുഞ്ഞ് പഠിച്ചിറങ്ങി എല്ലാം കഴിഞ്ഞതാണ്, ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതാണ്. അപ്പം ആദ്യമായിട്ടൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ രണ്ടുപേരും കൂടെ പോയപ്പോ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇത് കൂടി 2-3 പ്രാവശ്യമായിട്ടുണ്ട് പുള്ളി ഇങ്ങനൊക്കെ സംസാരിക്കണത്. കളിയാകുമ്പോലെ സംസാരിക്കണം. അപ്പൊ വൈകിട്ടത്തെ ചായ കുടിക്ക് ചായയെ ഉള്ളിവട ഉള്ള മക്കളെ. അണ്ണനെ ഒന്നേ കൊടുത്തുള്ളൂ. അണ്ണനെ തൈലോട്ടിട്ട് ഒരു തോർത്ത് ഇട്ടുകൊണ്ട് നടക്കണം. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല. ഇവിടെ എത്രയേ ഉള്ളൂ കേട്ടാ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ബായ്. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം. ബൈ പറ. Bye. Bye.